ആർത്തവത്തിൻ്റെ വേദന അറിയാൻ പെണ്ണാവണമെന്നില്ല, നല്ലൊരു അമ്മയ്ക്ക് പിറന്നാൽ മതി. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ടൈറ്റിൽ. ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 3 ദിവസത്തെ ആർത്തവ അവധിയെ ചൊല്ലി കേരളത്തിൽ മൊത്തം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയൊരു കമൻറ്റ്, പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർബേഷൻ പോലെയാണെന്ന് പറഞ്ഞതാണ്. ശരിക്കും നീ അറിഞ്ഞു തന്നെയാണോ ഈ സംസാരിക്കുന്നത് മാസ്റ്റർബേഷൻ എന്താണ്, പീരിയഡ്സ് എന്താണെന്നുള്ളത്? എനിക്കിതിൻ്റെ അവസ്ഥ മനസ്സിലാകും. നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നിൻ്റെ കൂടെ ഒരു നല്ല അമ്മ ഉണ്ടാവില്ല. ഇത് പറഞ്ഞു തരാൻ നിനക്ക് നല്ലൊരു സഹോദരി ഉണ്ടാവില്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ നിൻ്റെ കൂടെ ഒരു പെൺ സുഹൃത്തുണ്ടാവില്ല. നീ ഒരു ഇൻട്രോവേർട്ടായിരിക്കാം, പെണ്ണുങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു തരം ഇൻട്രോവേർട്ട്. അതുകൊണ്ടാണ് നീ ഇത് പറഞ്ഞത് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർബേഷനാണെന്ന്. മാസത്തിലൊരു തവണ കുറച്ച് ദിവസങ്ങൾ വയറുവേദനയായിട്ടും നടുവേദനയായിട്ടും മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൊക്കെ പെട്ടിട്ടാണ് ഒരു പെണ്ണ് ഈ പീരിയഡ്സിനെ അതിജീവിക്കുന്നത്. ഇതെല്ലാ തവണയും കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. എന്നാൽ ഇതൊരു 4 പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്ക്. ആ കുട്ടി ഇതെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇതുപോലുള്ള കുട്ടികൾ ആദ്യമായി പീരിയഡ്സ് ആവുന്ന സമയത്ത് എന്തിനാണ് പീരിയഡ്സ് ആവുന്നത്, ഇതെന്താണ് പീരിയഡ്സ് എന്നാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത സമയത്ത് പെണ്ണായി ജനിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയേ മതിയാവും എന്നുള്ളൊരവസ്ഥയുള്ള കുട്ടികൾക്കാണ് ഈ 3 ദിവസം എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാകും. ആ കുട്ടിയുടെ അമ്മയ്ക്കും അത് ചിലപ്പോൾ നിന്നെപ്പോലുള്ള മാനസിക രോഗികൾക്ക് മനസ്സിലാവില്ല. കാരണം അതുകൊണ്ടാണ് നീ പീരിയഡ്സിനെ മാസ്റ്റർബേഷൻ കൊണ്ട് കമ്പയർ ചെയ്തത്. എന്നാൽ ഈ മാനസിക രോഗിനെ അങ്ങോട്ട് മാറ്റി നിർത്താം. പക്ഷേ മുൻ DGP ആയിരുന്ന ഒരു സ്ത്രീ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ശരിക്കും അവരെ പോലെ ഇത്ര വിദ്യാഭ്യാസവും ഇത്രയേറെ പരിജ്ഞാനമൊക്കെ ഉള്ള ഒരു സ്ത്രീ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്കത് തെറ്റായിട്ടാണ് തോന്നിയത്. ആർത്തവാവധി കൊടുക്കുന്നതിലൂടെ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. എന്തർത്ഥത്തിലാണ് ആർത്തവം അപമാനമായതെന്ന് എനിക്കിവിടെ മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ നേരിട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വേറെ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വിഷയം ഇത് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഇത്രയും വലിയൊരാൾ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ. ആർത്തവാവധി കൊണ്ട് സന്തോഷിക്കുന്ന കുട്ടികൾ പലരുടെയും കുടുംബത്തിലുണ്ടാവും. ആ കുട്ടിയുടെ അച്ഛൻ ഒരിക്കലും ഇതിനെ വിമർശിക്കില്ല, ആ കുട്ടിയുടെ അമ്മ ഒരിക്കലും ഇതിനെ വിമർശിക്കില്ല. അങ്ങനെ ഒരാൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു അച്ഛനാവാനോ സഹോദരനാവാനോ കൂട്ടുകാരനാവാനോ ഒന്നും അർഹതയില്ലാത്തവനാണെന്ന് ഞാൻ പറയും. ആർത്തവാവധി ഇപ്പോൾ കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, ടീച്ചേഴ്സിനും ആവാം. അവരും സ്ത്രീകൾ തന്നെയാണ്, അവരും ഇതൊക്കെ അനുഭവിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതിനോടും ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ആർത്തവം ഒരിക്കലും അവഗണിക്കപ്പെടേണ്ട ഒരു സാധനമല്ല.